സംസ്ഥാന സർക്കാർ ദാരിദ്ര്യവൽക്കരണം നടപ്പിലാക്കുകയാണെന്ന് സ്വതന്ത്ര കർഷക സംഘം സംസ്ഥാന പ്രസിഡന്റ് കുറുക്കോളി മൊയ്തീൻ എം.എൽ.എ. തിരുവമ്പാടി മണ്ഡലം സ്വതന്ത്ര കർഷക സംഘം സംഘടിപ്പിച്ച കർഷക സംഗമവും മികച്ച കർഷകർക്കുള്ള ആദരവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പിണറായി സർക്കാർ നടപ്പാക്കുന്നത് ദാരിദ്ര്യവൽക്കരണമാണെന്നും അതിദാരിദ്ര്യ വിമുക്ത കേരളം എന്നത് വാചകമടി മാത്രമാണെന്നും സ്വതന്ത്ര കർഷക സംഘം സംസ്ഥാന പ്രസിഡന്റ് കുറുക്കോളി മൊയ്തീൻ എം.എൽ.എ. കുറ്റപ്പെടുത്തി. കാട്ടുമൃഗങ്ങളുടെ ശല്യം മൂലം പൊറുതിമുട്ടുന്ന കർഷകരെ രക്ഷിക്കാൻ ഇന്നേ വരെ യാതൊരു നടപടിയും സ്വീകരിക്കാത്തവരുടെ പ്രഖ്യാപനങ്ങളിൽ കർഷകർ വഞ്ചിതരാവില്ലെന്നും അദ്ദേഹം പറഞ്ഞു. തിരുവമ്പാടി മണ്ഡലം സ്വതന്ത്ര കർഷക സംഘം സംഘടിപ്പിച്ച കർഷക സംഗമവും മികച്ച കർഷകർക്കുള്ള ആദരവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ശരിക്ക് ദാരിദ്ര്യവൽക്കരണം നടത്തപ്പെടുകയാണ് നാട്ടിൽ. ദാരിദ്ര്യവൽക്കരണം മുഖ്യമന്ത്രി പറയുന്നത് ഇത് ഇവിടെ കടുത്ത ദാരിദ്ര്യമൊക്കെ ഒഴിവാക്കിയതാണ്. അല്ല, ദാരിദ്ര്യവൽക്കരണമാണ് പിണറായി ഗവൺമെന്റിന്റെ 9.5 വർഷത്തെ സംഭാവന എന്താണെന്ന് ചോദിച്ചാൽ ദാരിദ്ര്യവൽക്കരണം. എന്താ ദാരിദ്ര്യവൽക്കരണം? 500 രൂപ വേണം ഒരാൾക്ക് ഒരു ദിവസത്തെ ചെലവിന്, വീട്ടാവശ്യത്തിന് 500 രൂപ. അതൊരു 700 രൂപ ഒരു ദിവസം കിട്ടുന്നുണ്ടെങ്കിൽ ലാഭം 200 രൂപ അവർക്ക് മെച്ചം. അത് 600 ചുരുങ്ങിയാൽ 100 രൂപ ലാഭത്തിൽ കുറഞ്ഞു. അത് 500 ചുരുങ്ങിയാലോ ഒപ്പത്തിനൊപ്പം കിട്ടുന്നു, പോകുന്നു, ഒന്നും ബാക്കിയാവുന്നില്ല. എന്തെങ്കിലും ബാക്കിയായില്ല എങ്കിൽ അവൻ കടത്തിലേക്ക് പെട്ടെന്ന് വലിയ വീഴും. നടുക്കണ്ടി അബൂബക്കർ അധ്യക്ഷനായി. ജില്ലാ ജനറൽ സെക്രട്ടറി നസീർ വളയം മുഖ്യപ്രഭാഷണം നടത്തി. പ്രാദേശിക ചരിത്രരചനയ്ക്ക് അബ്ദുൽ ചെറുവാടി പുരസ്കാരം നേടിയ നടുക്കണ്ടി അബൂബക്കറിന് കർഷക സംഘം ജില്ലാ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട വൈത്തല അബൂബക്കറിനെയും ചടങ്ങിൽ ആദരിച്ചു. നിരവധി കർഷകരെയും ചടങ്ങിൽ ആദരിച്ചു. ജനറൽ സെക്രട്ടറി മുഹമ്മദ് ഷെരീഫ് അമ്പലക്കണ്ടി, വൈസ് പ്രസിഡന്റ് എ പി ഹൈദ്രോസ്, മണ്ഡലം ലീഗ് പ്രസിഡന്റ് CK കാസിം, KMCC ഖത്തർ മണ്ഡലം പ്രസിഡന്റ് ER നാസർ, മണ്ഡലം ലീഗ് വൈസ് പ്രസിഡന്റുമാരായ യൂനുസ് പുത്തലത്ത്, KP അബ്ദുറഹ്മാൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, മുക്കം.